എല്ലാവർക്കും നമസ്കാരം. 2 കൊരിന്ത്യൻസ് 1:20 പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഒരു പ്രാവശ്യമല്ല ഉവ്വ് എന്ന് പറഞ്ഞിരിക്കുന്നത്, 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഉവ്വ് ഉവ്വ് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഒന്നിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അത് ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണല്ലേ. അതിനകത്ത് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല, അത് ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണെന്ന് ദൈവം നമ്മൾക്ക് ഒന്നുകൂടി ഊന്നി ഊന്നി പറയുന്നത് അല്ലേ. ചില പ്രവാചകന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ ആലോചന തന്നെയായിരിക്കും വേറൊരാൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അല്ലേ എക്സാക്റ്റ് അല്ലേ, ഒരാളുടെ ആലോചന പകരം വേറൊരാളും കൂടി പറയുമ്പോൾ അത് ഉറപ്പിക്കാം, അതെന്താണ്, അത് സത്യമാണെന്ന് നമ്മൾക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. അതുപോലെ അല്ലേ, ബൈബിളിൽ ചില വചനങ്ങളൊക്കെ നമ്മൾക്ക് അങ്ങനെ കാണാം, ഇങ്ങനെ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉവ്വ് ഉവ്വ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ വല്ലാതെ ഒരു മനസ്സിങ്ങനെ ഒരു ഡിസ്റ്റർബായിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്താ പറയുക, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ദൈവത്തോട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക, ടെൻഷൻ അടിക്കേണ്ടാത്തൊരു വിഷയമാണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് മനുഷ്യരല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ ചില വിഷയങ്ങളുടെ മുഖത്ത്, അപ്പോൾ വേറെ ഒന്നുമല്ല, ചില സഭകൾ അല്ലേ, നമ്മളുടെ ഈ പെന്തക്കോസ്തിൻ്റെ സഭകളുടെ ഒരു അധപതനത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കാരണം ഒരുപാട് ന്യൂസുകളൊക്കെ ഞാനിങ്ങനെ കേൾക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഞെട്ടിക്കുന്ന കുറേ ന്യൂസുകൾ, ഞെട്ടിക്കുന്ന കുറേ തെളിവുകൾ ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സാകപ്പാടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബായി. ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ ഞാൻ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ദൈവത്തോട് പല ക്വസ്റ്റ്യൻസും ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം എന്ന പോലെയായിരുന്നു ഇന്നലെ ഞാനൊരു ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയും കൂടി ഇറക്കുവാനായിട്ട് ഇടയായത്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു അല്ലേ, എന്താ പറയുക, ഒരു IPC ചർച്ചിൽ, ഇവിടെയല്ല വെണ്ണിക്കുളം, അവിടെ ഒരു IPC ചർച്ചിൽ അവിടെ ഒരു അടി നടക്കുന്ന ഒരു വീഡിയോ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. IPC ചർച്ചിൽ അടി നടക്കുകയാണ്. നമ്മൾക്കറിയാം മിക്ക ചർച്ചുകളിലും ഇന്ന് അടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്തൃമേഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്തൃമേഷ അവിടെ ഉണ്ട്. ഒപ്പം അവിടെ എന്താണ്, ഈ കർത്തൃമേഷ നടക്കുന്നു, ഇവർ ആത്മാവിലല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ അടി നടക്കുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആ പാസ്റ്റർ, ഞാൻ ആ വ്യക്തിയെ കുറ്റം പറയത്തില്ല, കാരണം ആ പാസ്റ്റർ അവിടെ നിന്നിട്ട് പുള്ളി അനങ്ങാതെ പാട്ടുകാരെ കൊണ്ട് പാട്ടും പാടിപ്പിച്ച് പുള്ളിയും പാടിക്കൊണ്ടിരിക്കുക. ആൾക്കാർ അവിടെ കിടന്ന് ഉന്തും തള്ളും നടക്കുക. ഓർക്കണം, സഭയുടെ അകത്ത് ഉന്തും തള്ളും നടക്കുന്നു. കർത്തൃമേഷ അവിടെ ഇരിക്കുന്നു. പെണ്ണുങ്ങളുമുണ്ട് ആണുങ്ങളുമുണ്ട്. ഇവരിങ്ങനെ ഉന്തും തള്ളുമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, ആ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇത്തിരി ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, പുള്ളി അവിടെ ഇറങ്ങി വന്ന് പുള്ളി അവരോട്, അവിടുത്തെ എന്താ പറയുക, ആ പാട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണ്, അവിടെ വന്നിറങ്ങിയിട്ട് വിഷയം സോൾവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കും അല്ലേ. എന്താണ് വിഷയം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് ഒരു ആത്മീയനായിട്ടുള്ള ഒരു പാസ്റ്ററിൻ്റെ ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്യക്തിയിൽ ഏത് ആത്മാവാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ വ്യക്തി അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. നമ്മൾക്ക് കുറച്ച് വീഡിയോ അല്ലേ പുറത്തോട്ട് വന്നിട്ടുള്ള, അതിൻ്റെ എൻഡിങ് എന്തായി ഒന്നും അറിഞ്ഞുകൂടാ. പിടിവലിയൊക്കെ നല്ല സുന്ദരമായിട്ട് അവിടെ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കുന്നു. ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, എന്തൊരു അധപതിച്ച അവസ്ഥയാണല്ലോ. അധപതിച്ചതിനെ കഴിഞ്ഞു എനിക്ക് വല്ലാതെ ഭയം തോന്നി. കാരണം എന്താണെന്നറിയാമോ, കർത്തൃമേഷ അവിടെ ഇരിക്കുകയാണ്. ഓർക്കുക, ഇത് കൊടുക്കേണ്ടത് ആരാണ്? ഈ പാസ്റ്ററാണ് കർത്തൃമേഷ കൊടുക്കേണ്ടത്. ഈ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്താ അല്ലേ, ചിലർ അയോഗ്യമായിട്ട് ഈ അപ്പം തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവരെന്താണ് അല്ലേ, അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്താണ്, ഒന്നെങ്കിൽ മരണപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ്, രോഗികൾ പോലും ആയി തീരാമെന്നുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾക്കറിയാം, കർത്തൃമേഷയിലോട്ടൊക്കെ കൈ നീട്ടുമ്പോൾ പാസ്റ്റർമാരും വിശ്വാസികളും അടക്കം അല്ലേ, നമ്മുടെ എന്താ പറയുക, ഇതര കത്തോലിക്ക സമൂഹങ്ങളിലോട്ട് പോയാലും ആരും വലിയ എന്താ പറയുക ആത്മാർത്ഥതയോടെ ഒന്നും അല്ല 75% ആൾക്കാരും അതിനകത്ത് പങ്കെടുക്കുന്നതല്ലേ. എത്ര പേര് ഉപവാസത്തോടെ വന്നെടുക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പോൾ മാറി നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം മാറി നിന്ന് കഴിഞ്ഞാൽ പേടിയാണ്. കാരണം ആൾക്കാർ വിചാരിക്കും ഈ മാറി നിൽക്കുന്നവൻ എന്തോ ഭയങ്കര കൊടുമ്പാവിയാണെന്ന് ആൾക്കാർ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പലരും പോയിട്ട് കർത്തൃമേഷ എടുക്കുന്നുണ്ട്. ചിലർ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ, ഞാൻ ഭയങ്കര അതിവിശുദ്ധനാണ്, കർത്തൃമേഷയൊക്കെ എടുക്കുന്ന എന്താ പറയുക വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് ചിലരെന്താണ് ഇങ്ങനെ പോയിട്ട് കർത്തൃമേഷ എടുക്കും. ഈ കർത്തൃമേഷ എടുക്കുന്നവർക്കൊന്നും ഉണ്ടല്ലോ, ഈ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഈ പാപത്തോടുകൂടെ കർത്തൃമേഷ എടുക്കുന്നവർക്കൊക്കെ വലിയ
വിഷയങ്ങൾ അവർക്ക് ഉടനെ വരത്തില്ല. അതാണ് ഇന്ന് മിക്കപ്പോഴും പെന്തക്കോസ്തുകാരെയും അതുപോലുള്ള ആൾക്കാരെയും ഒക്കെ ഇന്ന് അവർക്കൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതാ, ഉടനെ അടി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊന്നും കുഴപ്പമില്ലെന്നേ, കൃപായുഗമല്ലേ, കുഴപ്പമില്ലേ എന്ന് വിചാരിക്കും. അല്ല കേട്ടോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. പാസ്റ്റർമാരും വിശ്വാസികളും അടക്കം എത്രയോ പേരുടെ അവസാന കാലഘട്ടത്തിൽ എത്രയോ പേര് രോഗികളായി നരകിച്ചിട്ട് യാത്രയാകുന്നവരുണ്ട് അല്ലേ. ചിലർ അകാല മരണങ്ങൾക്ക് പോകുന്നുണ്ട്. എല്ലാ അകാല മരണങ്ങളും പാപത്തിൻ്റെ ഫലമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഓർക്കുക, അപ്പന്മാർ ചെയ്യുന്ന തെറ്റിന് ചിലപ്പോൾ മക്കൾ ബലിയാടാകേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഉടനെ കിട്ടിയില്ലായിരിക്കും, കുറേ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതെന്തുകൊണ്ടോ ജനത്തിന് ഭയമില്ല. അതുകൊണ്ടാണ് കർത്തൃമേശയുടെയൊക്കെ മുൻപിൽ വെച്ചിട്ട് അടി കൂടുവാനായിട്ടുള്ള ഒരു ത്വര അവരിൽ ഉണ്ടായത്. ഇനി ആടുകളാണ് അവർ അടി കൂടുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഇടയനാണ് നിയന്ത്രിക്കേണ്ടത്. ഇടയനെ നിയന്ത്രിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഇടയൻ്റെ കൈ ശുദ്ധമായിരിക്കണം അല്ലേ. ഇടയൻ്റെ കൈ ശുദ്ധമല്ല, ഇടയൻ പാപഭംഗിലമായ കൈയുമായിട്ടാണ് കർത്തൃമേശ എടുക്കാൻ കയറി നിൽക്കുന്നതെങ്കിൽ ആ സഭയുടെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. അതിലപ്പുറം അടി അതിനകത്ത് നടക്കും. കാരണം പൊക്കത്തിലിരിക്കുന്നവൻ എന്താണ്? അവൻ്റെ ഇടയൻ എന്താണ്? ഇടയൻ്റെ കൈ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആടുകളിലും ക്ലിയർ ആകത്തുള്ളന്നേ. ആടുകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇടയൻ ശരിയല്ല. അത് തന്നെ അതിനകത്ത് അർത്ഥം. വേറൊരു വാക്കും അതിനകത്ത് പറയാനില്ല. കാരണം ഇടയൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല നമ്മളുടെ ദൈവം അല്ലേ. നമ്മൾക്കറിയാം, ശലോമോൻ എന്താ ദൈവത്തോട് ചോദിച്ച, കർത്താവേ എനിക്ക് ഈ ജനത്തെ ഭരിക്കുവാൻ ഉള്ള എന്ത് വേണം? ജ്ഞാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവന് ജ്ഞാനം കൊടുത്തു. ശലോമോൻ്റെ അവസാനമൊക്കെ നമ്മൾക്കറിയാം, അത് വിട്. പക്ഷേ പുള്ളി എന്താണ്? ജ്ഞാനം ചോദിച്ചപ്പോൾ ദൈവം ജ്ഞാനം കൊടുത്തു. നമ്മൾക്കറിയാം, ദൈവം ഇടയൻ അല്ലേ, ഇടയൻ്റെയും ആടുകളുടെയും ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പുസ്തകത്തിനകത്ത് ബൈബിളിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇടയൻ എന്താണ്? ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ് ഇടയൻ. അല്ലാതെ ചെന്നായി വരുമ്പോൾ അവരെ അതിന് വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോയി സ്വന്തം രക്ഷ നോക്കുന്നവനല്ല ഇടയൻ. അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വചനങ്ങളൊക്കെ ഉള്ളിടത്താണ് ഈ പാസ്റ്റർ മാത്രമല്ല, ഒരുപാട് പാസ്റ്റർമാരുണ്ട്. ഇത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിടുവാനായിട്ട് കാരണമായത്. അപ്പോൾ ഈ പാസ്റ്റർ അവിടെ നിന്നിട്ട് പാടുക, ഇവരേത് ആത്മാവിലാണ് പാടുന്നത്? അപ്പോൾ ഇന്നും മറ്റുള്ള ആൾക്കാർ പറയുന്നതിനകത്ത് അർത്ഥം അല്ലേ, അതിനകത്ത് സത്യമില്ലേ? കാരണം ഇന്ന് തമ്പേറടിയിലും എന്താ പറയുക, ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന അന്യഭാഷ എവിടുന്ന് വരുന്നതാണ്? എവിടുന്നാണ് ആത്മാവിൽ ഈ പാട്ട് വരുന്നത്? ഇതൊക്കെ ആത്മാവിലാണോ പാടുന്നത്? അല്ല. കാരണം ഇന്ന് നമ്മൾക്കൊരു അന്യാഗ്നി കത്തിക്കുവാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അവിടെ കണ്ടതല്ലേ. എല്ലാവരും കൈയടിച്ച് പാടുന്ന അവിടെ ഏതാത്മാവാണ് വ്യാപരിക്കുന്നത്? അന്യാഗ്നിയുടെ ആത്മാവാണ് അവിടെ വ്യാപരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾക്ക് വിടാം. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച് പൊളിറ്റിക്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നപ്പോൾ ആൾക്കാർ എഴുതിയിരിക്കുന്നതാണ്, എന്താ പറയുക, നമ്മളിതൊന്നും നോക്കണ്ട, എന്തിനാണ് ചർച്ചിലോട്ട് പോകുന്നത്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അല്ലേ. ആൾക്കാരതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് മടുപ്പായി. ചർച്ച് പൊളിറ്റിക്സ് കണ്ട് ആൾക്കാർക്ക് മടുപ്പായി. കാരണം ദൈവഭയമില്ലാതെ ഇന്ന് ഇടയനും ആടുകളും ഒക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ട് എന്താണ്, ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് പലരും വീട്ടിലിരിക്കുകയും വീട്ടിലെ സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കണ്ടു. ഓക്കെ, നമ്മൾക്കും അങ്ങനെ ചെയ്യാമല്ലേ, നമുക്ക് സാധാ വിശ്വാസികളാണ്, നമ്മൾക്കും ചെയ്യാം. വേണമെങ്കിൽ എന്താണ്, ഓ ഇങ്ങനെയുള്ള സഭകളിലോട്ടൊന്നും നമ്മൾക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സഭകളിൽ വിഷയങ്ങളുണ്ടെങ്കിൽ ഓ എന്തിന് ഇതിനകത്തോട്ടൊക്കെ പോകുന്നത്? നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബം നോക്കി നമ്മുടെ കാര്യം നോക്കി വല്ലോടത്തും പോയി മൂലക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്താൽ പോരെ അല്ലേ. നമ്മൾക്ക് ഇന്ന് ഇൻ്റർനെറ്റ് തുറന്നാൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലുള്ള ആരാധനയിലും നമ്മൾക്ക് പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ എന്ന് നമ്മൾക്ക് ചിന്തിക്കും. ഞാനും ഒരിടയ്ക്ക് അങ്ങനെ വരെ ചിന്തിച്ചു പോയി. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇന്നും ഞാനിത് വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, സഭ അങ്ങയുടേതല്ലേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ സഭകളിൽ കിടന്ന് ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത്, ഇടയൻ എന്ന് പറയുന്നവനും ആടുകളെന്ന് പറയുന്നവനും ഒക്കെ കാട്ടിക്കൂട്ടുന്നത് അങ്ങ് കാണുന്നില്ലേ കർത്താവേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ഞാനും കുറച്ച് വിഷയങ്ങളുടെ മുഖത്തായിരുന്നു. കുറച്ച് സഭകൾ എനിക്കറിയാവുന്ന കുറച്ച് സഭകളുടെ വിഷയങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ കിടക്കുന്ന പൊളിറ്റിക്സുകളും, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നമ്മൾ കർത്തൃമേശ എടുക്കുകയും കർത്തൃമേശ കൊടുക്കുകയും, എന്നിട്ട് അതിൻ്റെ ഒരു ഉളുപ്പുമില്ലാതെ അതിനകത്ത് കിടന്ന് കളിക്കുന്ന കുറേ വീഡിയോസും അതിൻ്റെ കുറേ ഡീറ്റെയിൽസുകളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തലയിൽ കൈവച്ച് പോയി. എങ്ങനെ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി നിന്ന്, ദൈവത്തിൻ്റെ പുൾപ്പിറ്റിൽ കയറി നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു? അല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ലീഡർഷിപ്പിൽ നിൽക്കുന്നവർക്ക് അല്ലേ, അവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോഴാണ് ദൈവം എന്നോട് കുറച്ച് വാക്തത്വങ്ങൾ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്തത്വങ്ങളുടെ ഒരു ദൈവം അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു തന്നു. ചിലതൊക്കെ ഞാൻ മറന്നുപോയി, ചില വാക്കുകളൊക്കെ അല്ലേ. നമ്മൾ ചിലപ്പോൾ ചില പ്രവാചകന്മാർ നമ്മളോട് ആലോചന പറയുമ്പോൾ നമ്മളെന്താണ്, ചില വാക്കുകളൊക്കെ നമ്മളങ്ങ് മൈൻഡ് ചെയ്യാതെ വിടും. കാരണം
എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടന്നിട്ടില്ല, ഇനി അതൊക്കെ എന്തെന്നുള്ള വിധത്തിൽ നമ്മൾ ചില വാക്കുകളൊക്കെ വിടും, മറന്നു പോകും. പക്ഷേ ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോഴായിരിക്കും ദൈവം ആ വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിച്ചു തരും. എന്നിട്ട് നമ്മൾ വിട്ടുകളഞ്ഞ ചില വാക്കുകൾക്ക് ദൈവം അണ്ടർലൈൻ ഇട്ട് നമ്മളെ കാണിച്ചു തരും. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്, ഓ എൻ്റെ ദൈവമേ, ഞാൻ എന്തിനാ ഇത്രയും ദിവസം ടെൻഷൻ അടിച്ചത്, എൻ്റെ ദൈവം ഇതിനെല്ലാം പരിഹാരം എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് മറന്നു പോയതാണല്ലോ എന്ന് പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതിന് ഉവ്വ് എന്ന് മാത്രമാണ്. വാഗ്ദത്തം പറഞ്ഞവൻ എന്താണ്, അത് നിവർത്തിക്കുവാനും ശക്തനാണ്. അതിൻ്റെ പിന്നിൽ ആ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായിട്ടും എത്ര വലിയ ശക്തികൾ എഴുന്നേറ്റാലും, എത്ര വലിയ പ്രതിസന്ധികൾ എഴുന്നേറ്റാലും, എത്ര വല്ല വിഷയങ്ങൾ വന്നാലും എന്താണ്, ആ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യുമെന്നുള്ളത് ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുക അല്ലെ, ഒരു ചർച്ച് പൊളിറ്റിക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ചർച്ചിനകത്ത് വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മൾക്കറിയാം ഇന്ന് പല സഭകളിലും ഗുണ്ടകളുമായിട്ട് പോകുന്ന ആത്മീയ നേതാക്കന്മാരുണ്ട്, ഗുണ്ടകളുമായിട്ട് സഭകളിലോട്ട് കയറി ചെല്ലുന്ന ആത്മീയ നേതാക്കന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് എവിടെ ഒരു ജനറൽ കൗൺസിലോ എന്തോ നടന്നപ്പോൾ അവിടെ എന്താ പറയുക, ഗുണ്ടകളുമായിട്ട് ഒരു വിദ്വാൻ അവിടെ കയറിപ്പോയി എന്നാണ് പറഞ്ഞു, അവിടെ കയറി ചെന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിഷയം വന്നു കഴിയുമ്പോഴല്ലേ നമ്മൾക്ക് 2-3 വിധത്തിൽ അതിനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്ങനെയാണ് ഇതുപോലെയുള്ള ഗുണ്ടകളെ കയ്യൂക്കിൽ നമ്മൾക്ക് ആശ്രയിക്കുവാനായിട്ട് പറ്റും. ഇന്ന് അതിനൊക്കെ ആൾക്കാർ അവൈലബിൾ ആണ് അല്ലേ. ഇന്ന് നമ്മൾക്ക് കുറച്ച് ബന്ധങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ ഗുണ്ടകൾ ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്, നമ്മൾക്ക് വേണമെങ്കിൽ എന്താണ്, കോടതികളിലോട്ട് പോകാം അല്ലേ, നിയമത്തിൻ്റെ വഴിക്ക് നമ്മൾക്ക് നീങ്ങുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾക്കറിയാം പെന്തക്കോസ്തുകാരുടെയും അതുപോലെയുള്ള സഭകളുടെ ആയിട്ട് എന്തോരം കേസുകളായി ഇന്ന് കോടതികളിൽ കിടക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു വഴിക്ക് നമുക്ക് നീങ്ങുവാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തതാണ് ഇമ്പോർട്ടൻ്റ്. ആ മൂന്നാമത്തത് എന്താണ്, ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. ഓർക്കുക, യേശുക്രിസ്തു എന്തായിരുന്നു ചെയ്തതല്ലേ, സഭകളിൽ അവിടെ എന്താ, യെരുശലേം ദേവാലയത്തിലല്ലേ, അവിടെ എന്താണ്, കച്ചവടക്കാർ അവിടെ അരങ്ങ് വാഴിക്കൊണ്ടിരുന്നു. കുറേ വർഷങ്ങളായിട്ട് അതവിടെ നടന്നുകൊണ്ടിരിക്കുക, കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അന്നൊന്നും ദൈവം ഇറങ്ങിയില്ല. പക്ഷെ ഒരു ദിവസം ദൈവം ഇറങ്ങിയപ്പോഴെന്താണ്, ഒരു ഫുള്ള് ശുദ്ധികലാശം അവിടെ വരുത്തി അല്ലേ. പ്രാവുകൾ വിൽക്കുന്നവർ, ആടുകളെ വിൽക്കുന്നവർ, അതിൻ്റെയൊക്കെ മറവിൽ എനിക്ക് തോന്നുന്നു ഇതിന് മുൻപേ ഒരു വീഡിയോയിൽ അതിൻ്റെയൊക്കെ ആത്മീയ മർമ്മങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ആത്മീയമെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അതൊക്കെ. പക്ഷേ അത് ദൈവത്തിൻ്റെ ആലയത്തിൽ അനുവദനീയമല്ലായിരുന്നു. അത് ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പുറകോട്ട് പോയാൽ അത് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാനൊരു വീഡിയോ ചെയ്യും. അതിൻ്റെയൊക്കെ പിന്നിൽ ആത്മീയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്ത കാര്യങ്ങളോ അതൊക്കെ. ഓക്കെ, പ്രാവിനെ വിൽക്കുന്നതും ആടിനെ വിൽക്കുന്നതും എന്താ പറയുക, നാണയമാറ്റക്കാരുടെയും അതിൻ്റെയൊക്കെ പിന്നിലൊരു ആത്മീയ തത്വം കൂടി ഇവർക്ക് പറയുവാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സഭയിൽ അനുവദനീയമല്ലായിരുന്നു. ദൈവം എന്ത് ചെയ്തു, ചാട്ടവാറെടുത്ത് അവരുടെ അടുത്ത്, കുഞ്ഞേ നീ അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല ദൈവം ചെന്നത്. ദൈവം എന്താ ചെയ്തത്, ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചു, എല്ലാത്തിനെയും അടിച്ചോടിച്ചു. എന്നിട്ട് അവിടെ ശുദ്ധികലാശം വരുത്തി ദൈവം. ഓർക്കുക, ഇതാണ് നമ്മളുടെ ദൈവം. നമ്മൾ വിചാരിക്കും കുറേ, ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കുറേ വ്യക്തികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സഭ തകരുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലേ, നമ്മൾക്ക് കഴുകൻ്റെ സ്റ്റോറി അറിയാം. കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അല്ലേ, അത് നിലം പരിചാകുന്നതിന് മുൻപേ എന്ത് ചെയ്യും, കഴുകൻ വന്നിട്ട് ആ സ്പോട്ടിൽ അതിനെ ചിറകുകളിൽ വഹിക്കും എന്ന് പറയുന്നത് പോലെ ദൈവം ആ ഒരു പർട്ടിക്കുലർ നമ്മൾ വിചാരിക്കും തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരമിറങ്ങി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ഞാൻ ഒരു ആത്മീയ മർമ്മം കൂടി പറയട്ടെ. നമ്മൾ വിചാരിക്കും, പലരും വിചാരിക്കും, വേണ്ട, ഞാൻ പോകുന്ന സഭയിൽ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, വേണ്ട, ആ സഭയിലോട്ട് അങ്ങ് പോകണ്ടെന്ന് വെച്ചാൽ പോരെ, നമുക്ക് വേറെ ഏതെങ്കിലും സഭകളിൽ പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞു പോകാം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ദൈവം അതല്ല പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ ഒരുത്തനുണ്ടെങ്കിലും മതിയെന്നേ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്ക്, ഏതെങ്കിലും വിഷയങ്ങളുടെ പുറത്ത്, കുറച്ച് സഭകളുടെയൊക്കെ വിഷയങ്ങളുടെ മുൻപിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ ദൈവം എന്നോട് കുറേ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുമല്ല, ഞാനൊരു സാധാ വിശ്വാസിയാണ്. ആ എന്നോട് പോലും ദൈവം സഭയുമായി ബന്ധപ്പെട്ട വലിയ വാഗ്ദത്തങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചു എങ്കിൽ നമ്മളെ എത്രമാത്രം ദൈവം അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഒരു സഭയ്ക്ക് വേണ്ടി നമ്മൾ വില മുടക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളോട് ചില വാഗ്ദത്തങ്ങൾ ദൈവം നമ്മൾക്ക് തരും, ചില ആശ്വാസ വചനങ്ങൾ ദൈവം നമ്മളോട് ഇടപെടും. അപ്പോൾ അങ്ങനെ കുറേ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം തന്നതൊക്കെ കഴിഞ്ഞ ദിവസം ദൈവം ഇന്നെന്നെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തിനാ വേണ്ടാത്ത ടെൻഷൻ അടിച്ചത്. അപ്പോൾ നമ്മളൊന്ന് തീരുമാനിക്കുക, നമ്മളുടെ സഭകളിൽ വിഷയങ്ങളുണ്ടാകുമ്പോൾ, കുടുംബത്തിൽ വിഷയങ്ങളുണ്ടാകുമ്പോൾ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. നമ്മൾ എന്നിട്ട് പ്രാർത്ഥിക്കുക. ദൈവം എന്ത് ചെയ്യും, ദൈവം പ്രവർത്തിക്കും. ദൈവം നമ്മളോട് വാഗ്ദത്തം പറയും. അത് എത്ര കൊടുമുടിയിലെത്തിയാലും നമ്മുടെ സഭയെ തകർക്കുവാൻ, അല്ലെങ്കിൽ സഭയുടെ സ്ട്രാറ്റജിയെ തകർക്കുവാനൊക്കെ
എത്ര വിധത്തിൽ ഇടയനും ആടുകളും ഒക്കെ ചേർന്നിട്ടാകാം, ആരെങ്കിലും ചേർന്ന് എന്തൊക്കെ കളികൾ കളിച്ച് കൂട്ടിയാലും അവർ ജയിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്തായിരിക്കും ദൈവം എന്ത് ചെയ്യുന്നത്? അവിടെ ദൈവത്തിൻ്റെ കരമിറങ്ങി അതിനെയൊക്കെ ചാട്ടവാറ എടുത്ത് അടിച്ചോടിച്ച് ദൈവം ഒരു ശുദ്ധികലാശം വരുത്തുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അവിടെ എന്ത് വേണം? നമ്മൾ ഒരാളെങ്കിലും, അല്ലേ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരുത്തൻ മതിയെന്നേ, നീതിമാനായ ഒരുത്തൻ മതി. ഒരുത്തൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ സഭകളിൽ, അല്ലേ, മിക്ക സഭകളിലും വിഷയങ്ങളുണ്ട്. എല്ലാ സഭകളിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പൊങ്ങുന്നു എന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഉടനെ എന്ത് ചെയ്തോണം? നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കോണം, പ്രാർത്ഥിച്ചോണം, നമ്മൾ ഉപവസിച്ചോണം, സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ വിഷയങ്ങൾ മാത്രമല്ല, നമ്മൾ പോകുന്ന സഭയ്ക്ക് വേണ്ടി ഓർക്കുക. നമ്മൾക്കൊക്കെ ചിലപ്പോൾ ആത്മീയമായിട്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമല്ലേ? ആത്മീയമായൊക്കെ നമ്മൾക്ക് വചനവും പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയൊക്കെ ദൈവം തന്നതുകൊണ്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റുമായിരിക്കും. എന്നാൽ നമ്മുടെ സമശിഷ്ടങ്ങൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. അവർക്ക് ഒരുപോലെ ആത്മീയ ലെവൽ ഉണ്ടാകണമെന്നില്ല. ചിലർ തകർന്നും തളർന്നും വന്നവരുണ്ടാകും. ചർച്ച് പൊളിറ്റിക്സ് ചർച്ചിനകത്ത് നടന്നുകൊണ്ടിരുന്നാൽ ഇവർക്ക് വേണ്ടുന്ന ആത്മീയ മന്ന കിട്ടത്തില്ല. ആ ജനങ്ങൾ വീണ്ടും തകർന്നു പോകും. ഇന്ന് പെന്തക്കോസ്തിൽ പുറത്തില്ലാത്ത എത്രയോ വിഷയങ്ങൾ, അല്ലേ, നമ്മൾ ഇതിനകത്ത് കിടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന എത്ര വിഷയങ്ങളാണ് സഭയ്ക്കകത്തോട്ട് കടന്നു വന്നിരിക്കുന്നതല്ലേ? അപ്പനെ കൊല്ലുന്നു, എന്താ പറയുക, ഇപ്പോൾ ഒരു ബ്രദറിനെ കാണാതായിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ പോയതാണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങോട്ട് പോയതാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു കീബോർഡിസ്റ്റിനെ കാണാതായിട്ടുണ്ട്, ഇപ്പോൾ പുള്ളി എങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ, അല്ലേ? അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ഇന്ന് ഇതിനകത്ത് നടക്കുന്നു, അല്ലേ? പണ്ടൊക്കെ നമ്മൾ പറയും മക്കൾ, അല്ലേ, പെൺമക്കൾ പോകത്തില്ല, അല്ലേ? ചില എന്താ പറയുക, ചർച്ചിനകത്തിരുന്ന പെൺകുട്ടികൾ എത്രയോ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയ കഥകളൊക്കെ എത്രയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഇന്ന് നമ്മൾ നമ്മുടെ സഭയ്ക്കകത്തോട്ട് കടക്കത്തില്ല എന്ന് നമ്മൾ വിചാരിച്ച പലതും ഇന്നും നമ്മുടെ സഭയ്ക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഓർക്കുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുത്തനും ഇല്ലാത്തതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക, നമ്മളതൊന്ന് തുറന്ന് സമ്മതിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് നീതിയോടെ മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം. ഒപ്പം എന്താണ്? പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ പ്രതികരിക്കുകയും വേണം. ഒപ്പം നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല, നമ്മുടെ സമശിഷ്ടങ്ങളെ നമ്മൾ ഓർക്കുക, നമ്മളുടെ സഭയെ നമ്മൾ ഓർക്കുക. സഭ ദൈവത്തിൻ്റെതാണല്ലേ? ദൈവം സഭയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരു ദൈവമാണ്. അത് തകർന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്, നമ്മൾ വിട്ടുകൊടുക്കരുത്, പിശാചിന് വിട്ടുകൊടുക്കരുത്. പിശാചിന് ആരാധനയെ തകർക്കുവാൻ, അല്ലേ, ദൈവമക്കളുടെ ആരാധനയെ തകർക്കുവാൻ, പ്രാർത്ഥനയെ തകർക്കുവാൻ, ആത്മീയ അന്തരീക്ഷത്തെ തകർക്കുവാൻ പിശാചിന്ന് വ്യക്തികളെ കരങ്ങളിൽ എടുത്തിരിക്കുകയാണ്. പുറത്ത് നല്ല എടുത്തിരിക്കുന്നത്, അകത്ത് തന്നെ എടുത്തിരിക്കുകയാണ്. ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ കരങ്ങളിൽ എടുത്തിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ നീങ്ങുക. ഇല്ല എങ്കിൽ നാളെ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾക്കൊന്ന് ചെന്നിരുന്ന് കരയുവാൻ ഒരു ആലയം ഉണ്ടായി എന്ന് വരത്തില്ല. ആലയങ്ങളൊക്കെ ഭിന്നമാകും, ആൾക്കാർ ഭിന്നമാകും, ഒത്തിരി പേര് നശിച്ചു പോകും. അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.